ആർ യു റെഡി ഫോർ ബിലീവ്? നിങ്ങളത് വിശ്വസിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിന്റെ പ്രസക്തി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ബന്ധങ്ങളിലൊക്കെ വിശ്വാസത്തിന്റെ ഒരു പ്രസക്തിയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്. എത്രത്തോളം നമ്മൾ വിശ്വസിക്കാൻ തയ്യാറുണ്ട് എന്നുള്ളതാണ്. ഓക്കെ വെളിയങ്കോട്, ഓക്കെ മുജീബ്. അപ്പോൾ നമ്മള് മുന്നത്തെ സെഷൻസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ യൂട്യൂബിൽ കയറിയ സെഷൻസ് നിങ്ങൾക്ക് കാണാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ അപ്പം വിശ്വാസത്തിന്റെ പ്രസക്തിയാണ്. നമ്മൾ ഇതിന്റെ മുന്നേ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവയർനെസ്സുകൾ. യഥാർത്ഥമായിട്ടുള്ള അവയർനെസ് എന്താണ്? അത് അസുഖങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളല്ല. പരമാവധി ആളുകൾ വീഡിയോ ഓൺ ആക്കി എടുക്കുക. ഡോക്ടർ വിനോദ് കുമാർ, പരമാവധി ആൾക്കാർ വീഡിയോ ഓൺ ആക്കി തന്നെ ഇരിക്കുക, മാക്സിമം ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെ, അപ്പോഴാണ് ഒരു ഫേസ് ടു ഫേസ് 1-to-1 ഇന്ററാക്ഷൻ വരിക. അതല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു യൂട്യൂബ് വീഡിയോ കാണുന്ന എഫക്റ്റ് കിട്ടുള്ളൂ. ഓക്കെ, വിശ്വാസം നമ്മൾ എത്രത്തോളം വിശ്വസിക്കാൻ തയ്യാറുണ്ട് എന്നുള്ള ഒരു ചോദ്യം. അവയർനെസ്സിനെ കുറിച്ച് നമ്മൾ മുന്നത്തെ സെഷനിൽ പറഞ്ഞിരുന്നു. അവയർനെസ് എന്ന് വെച്ചാല് യഥാർത്ഥമായിട്ടുള്ള വിശ്വാസങ്ങളാണ്. അതായത് നമ്മൾ അസുഖങ്ങളെ കുറിച്ച്, നമുക്ക് നിലവിലുള്ള ഇപ്പൊ വയറിന്റെ അസുഖമായിരിക്കാം, നിങ്ങളുടെ തലവേദനകളോ എന്ത് അസുഖങ്ങളോ ആയിരിക്കാം, ആ അസുഖങ്ങളെ കുറിച്ച് അത് നിങ്ങൾ ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ പോയിട്ട് അതിന് ഒരു പേരിടൽ കർമ്മം നടത്തിയിട്ടുണ്ടാവും അല്ലെ, ഡയഗ്നോസിസ് എന്ന് പറയും. പേരിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് പേരിട്ട് കഴിഞ്ഞാൽ അധികം ആൾക്കാർ ആദ്യം ചെയ്യുക അത് ഗൂഗിളിൽ പോയി ഗൂഗിളിൽ പോയിട്ട് അതിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്നു. രണ്ടാമത്തേതായിട്ട് യൂട്യൂബിൽ അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഇങ്ങനെ വരുന്ന വീഡിയോസ് ഒക്കെ കാണുന്നു. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങളൊരു കാര്യത്തെ കുറിച്ച് സെർച്ച് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ലല്ലോ, പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും ജസ്റ്റ് കമന്റ് ഓക്കെ വിനോദ് കുമാർ, ഞാൻ 100% വിശ്വസിക്കുന്നു. ഓക്കെ, 100% നിങ്ങൾ വിശ്വസിച്ചൊക്കെ കഴിഞ്ഞാല് പിന്നെ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് പറയാ. പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഒരു തരണം ചെയ്യാനുള്ള ഒരു ബോധ്യം നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കരുത്ത് വരുന്നുള്ളതാണ്. 100% വിശ്വസിക്കുക എന്നൊക്കെ പറഞ്ഞാല് നമുക്ക് വിശ്വാസം എപ്പോഴാണ് നമ്മുടെ വിശ്വാസം ശരിക്കും നമുക്ക് മനസ്സിലാകുന്ന വെച്ചാല് വെറുതെ ഇരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മളൊക്കെ വിശ്വാസം ഉണ്ട്, എനിക്ക് ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകും. പ്രശ്നങ്ങൾ വരുമ്പോ വെല്ലുവിളികൾ നമ്മുടെ മുന്നിൽ വരുമ്പോഴാണ്, അല്ലെ, ജസ്റ്റ് കമന്റ്, വെല്ലുവിളികൾ വരുമ്പോഴേ നമുക്ക് നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉണ്ടായിരുന്നു, ഇത് കംപ്ലീറ്റ് ആയിരുന്നോ, 100% ആയിരുന്നോ, അതോ അതിൽ കുറവായിരുന്നോ, എത്രത്തോളം ആയിരുന്നോ നമുക്ക് കറക്റ്റ് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ മുന്നിൽ വെല്ലുവിളികൾ, അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ നിങ്ങളുടെ മുന്നിൽ തടസ്സങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് ഓരോരുത്തർക്കും. ഓക്കെ, നമ്മൾ എത്രത്തോളം വിശ്വാസം ഉണ്ടായിരുന്നു നമുക്ക് എന്നുള്ളത്. നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് അവയർനെസ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അവയർനെസ് എന്ന് പറഞ്ഞാല് നമ്മുടെ അസുഖങ്ങള്, പ്രശ്നങ്ങള്, ബുദ്ധിമുട്ടുകള്, ഇതിനെ നമ്മൾ പേരിട്ട് വെച്ച് അതിനെ കുറിച്ചുള്ള ഒരുപാട് അസുഖങ്ങളെ കുറിച്ചുള്ള ഒരുപാട് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അതൊക്കെ പഠിച്ച് ആ ഇൻഫർമേഷൻ, ഡാറ്റകള്, ആ വിവരങ്ങളാണ് നമ്മുടെ മനസ്സിന്റെ അകത്ത് നമ്മൾ കുത്തി നിറച്ചു വെച്ചിട്ടുള്ളത്. അത് നമ്മൾ മാറ്റണം. ഒരുപാട് അനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ, നിങ്ങൾക്ക് വൈറൽ അസുഖമാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ, ഇത് എങ്ങനെ ക്യാൻസർ ആവും, ഇത് ക്യാൻസർ ആവാനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെ, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതിനുള്ള കുറെ ഭക്ഷണങ്ങൾ, ഏതൊക്കെ ഭക്ഷണം കഴിക്കണം, നല്ല ഭക്ഷണം ഏത്, കുറെ ഡയറ്റ് പ്ലാനുകള്, ഈ സംഭവങ്ങളാണ് നമ്മുടെ മനസ്സിന്റെ അകത്ത് നമ്മൾ കയറ്റി വെച്ചിട്ടുള്ളത്. ഇത് മാറ്റിയിട്ട്, ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട്, ഇതൊന്നും അല്ല നമുക്ക് ആവശ്യമുള്ളത്. ഹെൽത്ത് ഇൻഫോർമേഷൻ ആണ് നമുക്ക് ആവശ്യം. അതല്ല, ഹെൽത്ത് ഇൻഫോർമേഷനും ബാക്കിയുള്ള വിവരങ്ങളൊക്കെ, മെഡിക്കൽ നോളജ് ഒക്കെ ഡോക്ടേഴ്സും ബാക്കിയുള്ളവരൊക്കെ മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചോളും. അതൊക്കെ പാടെ തലയിൽ കയറ്റി നടക്കേണ്ട ആവശ്യം നമുക്കില്ല. നമുക്ക് വേണ്ടത് ആരോഗ്യമാണ്, അല്ലെ? ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ. നമുക്ക് വേണ്ടത് ആരോഗ്യം മാത്രല്ലേ, ഒരുപാട് അറിവുകളല്ലല്ലോ. അറിവുകൾ ഒരുപാട് ഉണ്ടായിട്ട് നമുക്ക് എന്താ ഉപകാരം? നമുക്ക് ആവശ്യമുള്ള അറിവുകൾ മാത്രം മതി നമുക്ക്, അല്ലെ? നമുക്ക് ആവശ്യമില്ലാത്ത അറിവുകൾ നിങ്ങൾ ഓരോന്ന് ശേഖരിച്ചു വെക്കുമ്പോഴും, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഇമോഷൻസ് എന്ത് തന്നെയായിരുന്നാലും നിങ്ങൾ ശേഖരിച്ചു വെക്കുമ്പോഴും ആവശ്യമുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ മിസ് ചെയ്യുന്നത്.
അല്ലെ? നമ്മുടെ തല നിറഞ്ഞിരിക്കാണ്. ആവശ്യമുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ അകത്തേക്ക് കയറ്റാൻ നമുക്ക് കഴിയുന്നില്ല. നിങ്ങൾക്ക് വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോ പലപ്പോഴും പലരും എങ്ങനെയാണ് വിശ്വാസം വരിക? ഈ എന്റെ അസുഖം ഇങ്ങനെയാണ്, ബാക്കി ആർക്കും ഉള്ള അസുഖമല്ല എനിക്ക്, എന്റെ ഒരു പ്രത്യേക അസുഖമാണ്, ഇത് ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഞാൻ 10-20 വർഷമായിട്ട് ഡോക്ടേഴ്സിനെ കാണുന്നു. ഈ മലപ്പുറം ഏരിയയിലും ഈ കേരളത്തിൽ മൊത്തമുള്ള ഡോക്ടേഴ്സിനെ ഞാൻ നിരന്ന് നടന്ന് കണ്ടിട്ടുണ്ട്. ഓരോ ദിവസം ഓരോരുത്തരെ നമുക്ക് പറഞ്ഞുതരും. ഇവിടെ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരാളുണ്ട്, ഈ ഒന്ന് പോയി നോക്ക്. ഞാൻ അവിടെ പോയി നോക്കും. പിറ്റേന്ന് ഞാൻ അവിടെ പോയി നോക്കും. ഇങ്ങനെ നാട് മൊത്തം ഞാൻ കറങ്ങിയിട്ടുണ്ട്. എന്റെ അസുഖം മാറിയിട്ടില്ല. ഇനി അതൊന്ന് വിശ്വസിച്ചാ പിറ്റേന്ന് അസുഖം മാറില്ല, നിങ്ങളൊന്ന് പോയാനെ അവിടെ നിന്ന് പറയും. ഈ ഡാറ്റകളും ഇൻഫർമേഷൻസ് ഇതിനെ കുറിച്ചുള്ള ഒരുപാട് അന്തവും കുന്തവും ഇല്ലാത്ത ഡാറ്റകള്, ഇതൊക്കെ പാടെ തലക്കകത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണ്. അധികം വരുന്ന ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളെക്കാൾ മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ച് നമ്മളെക്കാൾ വലിയ നോളജ് അതിനെ കുറിച്ചുള്ള വിവരം അവർക്കുണ്ടാവും. അസുഖങ്ങളെ കുറിച്ച് ഭയങ്കരമായിട്ട് വിവരമുണ്ട്. അവർ നമുക്ക് വന്ന് ലെക്ചേഴ്സ് എടുത്തു തരും. ഇതിങ്ങനെ ഡോക്ടറെ ഈ ടെസ്റ്റ് നമുക്ക് എടുക്കേണ്ടത്, എന്നാലല്ലേ ഇത് ഇതറിയുള്ളൂ അത് ഇതാക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞത്. ഇത്രയൊക്കെ വിവരം ഉണ്ടായിട്ടും ഇത്രയൊക്കെ നമുക്ക് അറിഞ്ഞിട്ടും പിന്നെ എന്തുകൊണ്ട് ഇത് മാറിപ്പോകുന്നില്ല? ഇത് മാറ്റാൻ മാത്രം നമുക്ക് കഴിയുന്നില്ല. ഈ അസുഖങ്ങളുമായിട്ട് ജീവിക്കാൻ മാത്രം നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചു പോയാല് നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്, വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് wrong റൂട്ടിലാണ്. ശരിയായ പാതയിലൂടെ അല്ല നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റം വരുത്തണം. ആ പാത തന്നെ മാറ്റണം നമ്മള്. ഇതിനെക്കുറിച്ചുള്ള അസുഖങ്ങളെ കുറിച്ചുള്ള ഒരുപാട് ഇൻഫോർമേഷനുകളല്ല നമുക്ക് ആവശ്യമുള്ളത്. ആരോഗ്യത്തെ കുറിച്ചുള്ള ചിന്തകളാണ്. ആരോഗ്യം നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും, അതുമായിട്ട് എങ്ങനെ ചേർന്ന് നടക്കാൻ സാധിക്കും എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ബോധ്യമാണ്. ആ ഒരു വിശ്വാസമാണ് നമ്മുടെ അകത്തേക്ക് കൊടുക്കേണ്ടത്. അത് ഏത് സ്റ്റേജ് അസുഖമായിരുന്നാലും, നിങ്ങളുടെ അസുഖം ക്യാൻസർ ആവുമെന്ന് പേടിച്ച് കിടക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, എനിക്ക് ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞു തരാൻ പറ്റും. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനത്തെ മാറിയവരുടെ അങ്ങനത്തെ സ്റ്റഡികൾ കൂടുതൽ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ അനുഭവങ്ങൾ എടുത്ത് പറയാനേ നമുക്ക് പറ്റുള്ളൂ. സയന്റിഫിക് പ്രൂഫ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഡാറ്റകളാണ്. അത് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള അമേരിക്കയിൽ തന്നെയാണ്. അവിടെ നിന്ന് എടുക്കാം. ഇന്ത്യയിൽ നിന്നും ഒരുപാട് എക്സാമ്പിൾസ് എന്റെ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് എടുത്തു പറയാൻ പറ്റും. ഈവൻ 4th സ്റ്റേജ്, ലാസ്റ്റ് സ്റ്റേജ് ക്യാൻസർ എന്നടക്കം നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് ആ ബോധ്യം മനസ്സിന്റെ അകത്തേക്ക് കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ, പൂർണ്ണമായിട്ടും നിങ്ങളുടെ അസുഖങ്ങളെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ശരിക്കുള്ള അവയർനെസ്. അസുഖങ്ങൾ അതാണോ ഇതല്ല, ഒരു ഡോക്ടർ ഇത് പറഞ്ഞു, മറ്റേ ഡോക്ടർ അത് പറഞ്ഞു, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കൊന്നും അറിയില്ല, ഇതല്ല. നമ്മുടെ അസുഖങ്ങൾ ഏത് അസുഖമായിരുന്നാലും നിങ്ങൾക്ക് അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, സാധിക്കും എന്നുള്ള ബോധ്യം, ആത്മാർത്ഥമായിട്ടുള്ള അവയർനെസ്, അത് നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് കൊടുക്കുക. അതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ. ഈ വിശ്വാസം ഒന്നും ഒറ്റയടിക്കൊന്നും കൊടുക്കാൻ പറ്റൂല കേട്ടോ. ഞാൻ വിശ്വസിച്ചു എന്ന് പറയല്ലാതെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരും. നമ്മൾ ഇന്നലെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയ, യൂട്യൂബില് കണ്ട ആ വീഡിയോയിലെ ഇൻഫർമേഷൻ നമുക്ക് മുന്നിൽ വരും. ഈ അസുഖം മാറില്ല, വന്ന ഭൂരിഭാഗം ആൾക്കാർക്ക് ഈ അസുഖം മാറിയിട്ടില്ല എന്നൊക്കെയുള്ള വിവരം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് പറഞ്ഞു തരും. ഇങ്ങനെ വിശ്വസിച്ച് മാറായിരുന്നെങ്കിൽ എന്റേത് 30 വർഷമായില്ല ഈ അസുഖം, എന്നിട്ട് എന്ത് ഇന്നലെ മാറിപ്പോവാത്തെന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചോദിക്കും. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാവില്ല പറയുകയല്ലാതെ. നമ്മൾ വീണ്ടും ഇത് അഫോമേഷൻ എന്നാണ് നമ്മൾ പറയുക അല്ലെ? വീണ്ടും അഫോമേഷൻ മനസ്സിന്റെ ഉള്ളിലേക്ക് കൊടുക്കണം. നമ്മൾ ചിന്തിക്കുന്ന, പുറത്ത് നടക്കുന്ന ചിന്തിക്കുന്ന മനസ്സല്ല, അതിന്റെ അകത്തേക്ക് സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്. നിങ്ങൾ ഇപ്പൊ വർക്ക് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന വർക്ക് എന്ത് വർക്കായിരുന്നാലും, നിങ്ങൾ ആദ്യം വർക്ക് ചെയ്യാൻ തുടങ്ങിയ ആദ്യത്തെ ഒരു മാസം നിങ്ങൾ എങ്ങനെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, നിങ്ങളുടെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങളുടെ ഓഫീസ് വർക്ക് അതല്ല, ഫീൽഡ് വർക്കാണോ, എന്ത് വർക്കാണെങ്കിലും അത് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? ഇപ്പോ നിങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അത് നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക. നിങ്ങൾ വണ്ടി ഓടിച്ച് ആദ്യം തുടങ്ങിയപ്പോ എങ്ങനെയായിരുന്നു വണ്ടി ഓടിച്ചത്, ഇന്ന് എങ്ങനെയാണ് വണ്ടി ഓടിക്കുക? നമ്മൾ സ്ഥിരം പറയാറുള്ള എക്സാമ്പിൾ ആണ്. ആദ്യം നമ്മൾ ശ്രദ്ധിച്ച് മൈൻഡ്ഫുൾ ആയിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുക.
ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ പഠിക്കണം നമ്മളപ്പോ. ഇപ്പൊ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണ്, എക്സ്പേർട്ട് ആണ്, നമ്മൾ ശ്രദ്ധിക്കില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുള്ളൂ, അല്ലെ? അന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് കോൺഷ്യസ് മൈൻഡിലായിരുന്നു. ഇന്ന് നമ്മൾ എക്സ്പേർട്ട് ആകുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്, അകത്തുള്ള മനസ്സിലാണ്. ഈ മനസ്സിന്റെ അകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് ആണി കയറ്റി അടിച്ചു വെച്ചിട്ടുണ്ട്, ഈ അസുഖങ്ങൾ മാറില്ല, എന്റെ പ്രശ്നങ്ങൾ അവസാനിക്കില്ല, എന്റെ സാമ്പത്തിക സ്ഥിതി ഒന്നും ഒരു കാലത്തും ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ള ബോധ്യങ്ങൾ. ഇതിനെ നമ്മൾ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം എന്നാണ് പറയുക. അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. എന്റെ അസുഖങ്ങള് പാരമ്പര്യമായിട്ട് ഫാമിലി പരമായിട്ട് എനിക്ക് കിട്ടിയതാ, ഇതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല, അല്ലെ? ഈ ചില അസുഖങ്ങൾ വന്നാൽ ഇനി മരുന്ന് കുടിക്കല്ലാതെ എനിക്ക് ഒരു രക്ഷയുമില്ല, എന്റെ ഷുഗർ, എന്റെ പ്രഷർ, ഈ അസുഖങ്ങൾ, കൊളസ്ട്രോളൊന്നും മരുന്ന് കുടിക്കല്ലാതെ രക്ഷയില്ല എന്നാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെയൊക്കെ പ്രശ്നം. യഥാർത്ഥ കാരണം പ്രശ്നം കിടക്കുന്നത് ഈ വിശ്വാസങ്ങളും നമ്മുടെ മനസ്സിന്റെ അകത്ത് നിന്ന് നമ്മൾ കൊടുക്കുന്ന ടെൻഷനുകളുമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ ഓരോ ദിവസവും 4-5 ക്യാൻസർ കോശങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് പുതിയത്. ക്യാൻസർ ഉണ്ടാക്കാനാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നേരത്തെ അറിയാം, ക്യാൻസർ 4 കോശങ്ങളിലധികം ഓരോ ദിവസവും ഉണ്ടാക്കുന്നുണ്ട്, ഓരോ ദിവസവും ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനം, നമ്മുടെ ശരീരത്തിന്റെ സൈനികരുണ്ട് നമ്മുടെ ശരീരത്തിന്റെ അകത്ത്, എന്നും വെടിവെച്ച് കൊല്ലാണ് ഇതിന് മൊത്തം. ശുദ്ധീകരിക്കുകയാണ്, ഓരോ ദിവസം ശരീരത്തെ ശുദ്ധീകരിക്കുന്നുണ്ട്. ഈ മെക്കാനിസം എന്ന് താളം തെറ്റുന്നോ? നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ കൂടുമ്പോ, പഞ്ചസാര കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിയന്ത്രിച്ച് റെഡിയാക്കാനുള്ള നമ്മുടെ മെക്കാനിസം നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. അതിന് എന്തുകൊണ്ട് കേടുപാടുകൾ സംഭവിച്ചു? നമ്മൾ പാൻക്രിയാസ് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കൊടുത്ത ടെൻഷനാണ്, പ്രശ്നങ്ങളാണ്. നിങ്ങളുടെ വയറിലെ ഗ്യാസ് ട്രബിൾ എന്തുകൊണ്ട് മാറിപ്പോകുന്നില്ല? നിങ്ങൾ കൊടുത്ത ആശങ്കകളാണ്, എന്നും ആശങ്കകളാണ്, തീരാത്ത ആശങ്കകൾ. ഇത് തീർന്നു കഴിഞ്ഞാലേ നിങ്ങളുടെ പ്രശ്നങ്ങള് അവസാനിക്കുള്ളൂ. നമ്മുടെ നാട്ടില് പറയും പഞ്ചറായ ടയറിന്റെ മേലെ പെയിന്റ് അടിക്കുക എന്നുള്ളത്. ആ പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിക്കാത്തത്. ഇതാണ് അവയർനെസ്. ഇത് ആണ് ഈ ഒരു വിശ്വാസം, ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം നമ്മുടെ അകത്തേക്ക് നമ്മളങ്ങ് വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഓക്കെ, അത് കുറെ വെല്ലുവിളികൾ നേരിട്ട്, പക്ഷെ ഇപ്പൊ എന്റെ വിശ്വാസത്തിൽ അത് എത്തിച്ചേർന്നിരിക്കുന്നു. വേണ്ട എന്ന് പറഞ്ഞവർ വേണമെന്ന അവസ്ഥ. അവർക്ക് വന്ന് ആദ്യം പറഞ്ഞത് അങ്ങനെ തന്നെ വന്നു. സാറിന്റെ ക്ലാസിന്റെ ഗുണം. ഓക്കെ, താങ്ക് യു വിനോദ് കുമാർ, താങ്ക് യു. ഇതാണ് തുടക്കത്തിൽ ആദ്യം നമ്മളിത് പറയുമ്പോൾ നമ്മളിലേക്ക് ഉള്ളിലേക്ക് കയറില്ല. അഫർമേഷൻ നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കണം, വീണ്ടും വീണ്ടും. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇതൊക്കെ ആണിയടിച്ച് ഇറങ്ങി ചെല്ലും. അതാണ്. അപ്പോ ഇതിൽ ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, ഇതാണ് നമ്മുടെ മൈൻഡിൽ നിന്നാണ് പ്രശ്നങ്ങൾ, നമ്മുടെ മനസ്സിലെ ചിന്തകളിൽ നിന്നാണ്, നമ്മുടെ തെറ്റായ ചിന്താ സംഹിതകള്, വിശ്വാസ സംഹിതകളിൽ നിന്നാണ് നമ്മുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അവിടെ തന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങളും അവസാനിക്കേണ്ടത്. ആ വിശ്വാസങ്ങളെ, ശരിയായ വിശ്വാസങ്ങൾ അവിടെ കയറ്റി വെച്ചാല് നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിക്കും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് ഉള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ. ക്ലിയർ അല്ലേ? നമ്മുടെ ഏത് അസുഖങ്ങളായിരുന്നാലും, നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നാലും, ഇതിന്റെ അകത്ത്, നമ്മുടെ മനസ്സിന്റെ അകത്ത് ഒരുപാട് വിശ്വാസ സംഹിതകളുണ്ട് നമ്മൾ ഉള്ളിൽ കാത്തു സൂക്ഷിച്ചു വെച്ച, നമ്മൾ പോലും അറിയാതെ നമ്മൾ കാത്തു സൂക്ഷിച്ചു വെച്ച ഒരുപാട് വിശ്വാസ സംഹിതകളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് നമ്മളെ ചെറുപ്പകാലത്ത് പഠിച്ച ഒരുപാട് കാര്യങ്ങളായിരിക്കാം. ഇപ്പൊ സാമ്പത്തികപരമായിട്ട് അധികം ആൾക്കാരും പറയുന്ന ഒന്നാണ്, ചെറിയൊരു എക്സാമ്പിൾ പറയാറുണ്ട്. നിങ്ങൾക്ക് പൈസ എന്ന് പറയുമ്പോൾ, അതല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു പൈസയുടെ എമൗണ്ട് പറഞ്ഞു, 1,00,000 രൂപ. 1,00,000 രൂപ എന്ന് കേൾക്കുമ്പോ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത എന്താണ്? ജസ്റ്റ് കമന്റ്. ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കുന്നു. ജസ്റ്റ് കമന്റ് 1,00,000 rupees എന്ന് ഞാൻ പറയുന്നു. 1,00,000 രൂപ എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആദ്യം വരുന്ന ചിന്ത എന്താണ്? ജസ്റ്റ് കമന്റ്. ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്ത ജസ്റ്റ് ഷോർട്ടാക്കി കമന്റ് ചെയ്യുക. 1,00,000 rupees, 1,00,000 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ആദ്യത്തെ ചിന്ത എന്താണ്? ജസ്റ്റ് കമന്റ്. കമന്റ് ബോക്സ് എടുക്കുക, കമന്റ് ചെയ്യുക. നമ്മള് 1-to-1 ഇന്ററാക്ഷൻ ആണ്. ജസ്റ്റ് ഞാൻ ഇവിടെ ക്ലാസ് എടുത്ത് പോയിട്ട് കാര്യമില്ല. അതിൽ ഓരോ പോയിന്റ്സും നിങ്ങളുടെ അകത്തേക്ക് ചെല്ലണം, നിങ്ങൾക്ക് അത് കിട്ടണം. ഓക്കെ, ഓക്കെ മുഹമ്മദ്, ഇത്ര വലിയ എമൗണ്ടോ? കടം വീട്ടുക. ഓക്കെ, എങ്ങനെ ഇത് ഉണ്ടാക്കുമെന്ന് ചിന്തിക്കുന്നു. നോട്ട് കെട്ട്. ഓക്കെ, ഓക്കെ. അപ്പൊ 1,00,000 രൂപ എന്ന് പറഞ്ഞ പലർക്കും പല ചിന്തകളാണ് വരിക, അല്ലെ? എല്ലാവർക്കും ഒരേപോലെയല്ലേ വരിക. അത് ശരിക്കും സാമ്പത്തികപരമായിട്ട് നമുക്ക് എത്രത്തോളം, നമ്മുടെ മൈൻഡിൽ എത്രത്തോളമാണ് കാര്യങ്ങൾ കടക്കുക എന്നുള്ളത് നോക്കാൻ വേണ്ടി, പ്രത്യേകിച്ചും മോട്ടിവേഷനിലൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ്. നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ചിലവർക്ക് പൈസ പൈസ കെട്ടായിരിക്കും തോന്നുന്നത്, ചിലർക്ക് ഇത് വലിയ എമൗണ്ട് ഒക്കെ ആയിരിക്കും തോന്നുക. പലതരത്തിലായിരിക്കും. പോസിറ്റീവ് ആയിട്ട് നിങ്ങളുടെ വൈബ്രേഷൻ ഉണ്ടെങ്കിൽ പൈസ എന്തിനാണ്? നമ്മുടെ ഓരോ നോട്ടിന്റെയും പുറത്ത് നിങ്ങൾ ഇന്ന് തന്നെ പോയി നിങ്ങൾ അത് എടുത്തു നോക്കുക. ആ പൈസ, ആ ഒരു നോട്ട് കെട്ട് പറഞ്ഞാൽ ശരിക്കും അതിനൊരു വിലയും ഇല്ല. അതിന്റെ വില വരുന്നത് നമ്മൾ ആ സാധനം കൊടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടിയാൽ, അല്ലെ? അതുകൊണ്ട് മാത്രമാണ് നമുക്കത് ഉപകാരമുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും കാര്യം നടന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പർ മാത്രമാണ് നമ്മുടെ നോട്ടുകള്. അതിന്റെ പുറത്ത് റിസർവ് ബാങ്ക് ഗവർണർ എഴുതി ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്, അല്ലെ? റിസർവ് ബാങ്കും ഒരു സിസ്റ്റം ഇവിടെ ഇല്ലെങ്കിൽ ഈ നോട്ട് കെട്ടിന് ഒരു വിലയില്ല, അല്ലെ? ഒരു വിലയില്ല. ശ്രീലങ്കയിൽ ഇതിനു മുന്നേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, നിങ്ങൾ ഒരു പക്ഷെ ന്യൂസിൽ കേട്ടിട്ടുണ്ടായിരിക്കും. അവിടുത്തെ പൈസക്ക് വിലയില്ലാതായി മാറിയത്, വില ഇടിഞ്ഞു പോയത്. ചാക്ക് കെട്ടണക്കിന് പൈസ കൊണ്ടുപോയിട്ടാല് എന്തെങ്കിലും ചെറിയ ചായ കുടിക്കാൻ ഒരു ചാക്ക് പൈസ കൊണ്ടുപോയിടേണ്ട അവസ്ഥ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പല രാജ്യങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഈ സിസ്റ്റം അവിടെ കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടാണ് നമ്മുടെ പൈസക്ക് വില. അതിന്റെ പുറത്ത് റിസർവ് ബാങ്ക് ഗവർണർ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ പൈസ ഒരാളുടെ അടുത്ത് നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇതിന്റെ എത്രയാണോ വില അതിന് തത്തുല്യമായിട്ടുള്ള സേവനോ സർവീസോ പ്രൊഡക്റ്റോ നിങ്ങൾ കൊടുത്തിരിക്കണം എന്നുള്ളത്. അപ്പൊ ഈ പൈസ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫില് പോസിറ്റീവായിട്ട് എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാനുള്ളത് ആ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉപാധിയാണ്, മാധ്യമം മാത്രമാണ് നമ്മുടെ പൈസ, അല്ലെ? ഈ നോട്ട് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി മുതൽ പൈസയെ കുറിച്ചുള്ള ചിന്തകൾ വരുമ്പോ, പൈസയെ കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് ആലോചിക്കുമ്പോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ലൈഫില്, പോസിറ്റീവായിട്ട് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളത്. ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനായിരിക്കാം, നിങ്ങളുടെ പൈസ കൊണ്ട് നിങ്ങൾക്ക് നേടാനുള്ള സ്വപ്നങ്ങളായിരിക്കാം. ഇതായിരിക്കണം കൂടുതലായിട്ടും കടന്നു വരേണ്ടത്. ഒരു ഹെൽത്തി മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാല് പൈസ എന്നതിന്റെ അപ്പുറമായിട്ട് അത് പോസിറ്റീവായിട്ട് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ള ചിന്തയായിരിക്കണം വരേണ്ടത്. അപ്പോഴാണ് ശരിക്കും നമ്മൾ ഈ ഒരു എനർജി, മണി ഫ്രീക്വൻസി എന്നൊക്കെ പറയും. ഈ ലോട്ടറി ഇപ്പൊ പൈസ, ഒരുപാട് പൈസ നമ്മുടെ കയ്യിലേക്ക് വന്നു എന്ന് വിചാരിച്ചാണ്ട് നമുക്ക് ഒരു സമ്പന്നനാവാൻ സാധിക്കുക എന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഇതിനു മുന്നേയും നമ്മൾ പറയാറുണ്ട്, ലോട്ടറി അടിച്ച ആളുകൾ. കോടികൾ ലോട്ടറി അടിച്ചിട്ടും 1-2 വർഷം കൊണ്ട് അവര് വീണ്ടും പാപ്പരായി പോകും, കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ലാത്ത അവസ്ഥ വരും ഭൂരിഭാഗം ലോട്ടറി എടുക്കുന്ന ആളുകൾക്കും. കാരണം അവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഒരു എനർജി ഫ്രീക്വൻസിയിലേക്ക് അവർ എത്തിയിട്ടില്ല. വലിയൊരു പൈസ അത് മാനേജ് ചെയ്യണ ഒരു സ്കിൽ ലെവലിലേക്ക് അവർ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. സാമ്പത്തികപരമായിട്ട് ഒരു സമ്പന്നനാവുക എന്ന് പറഞ്ഞാൽ ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ്. പൈസ ഉണ്ടാക്കാനുള്ള ഒരുപാട് മേഖലകൾ നമുക്ക് ചുറ്റുമുണ്ട്, അല്ലെ? ഇത് സോഷ്യൽ മീഡിയ ഒക്കെ വരവോട് കൂടി ഒരുപാട് മാധ്യമങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ചെറിയ കുട്ടികളടക്കം അത് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, പറ്റാത്തത് കൊണ്ടല്ല.
നമ്മൾ ആ അവസരങ്ങളെ, നമുക്ക് ചുറ്റുമുള്ള അവസരങ്ങളെ കാണാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സംഭവം. അതുകൊണ്ടാണ് നമുക്ക് സാമ്പത്തികപരമായിട്ട് നമ്മൾ വിചാരിച്ച ഒരു ലൈഫിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ പറ്റാത്തത്. അവസരങ്ങളെ, നമ്മുടെ മുന്നിൽ കാണുന്ന അവസരങ്ങളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതല്ലാതെ നമുക്ക് ചുറ്റും പൈസ ഇല്ല, എനിക്ക് അവസരങ്ങളില്ല, എനിക്കൊരു മാർഗങ്ങളില്ല, ആ നെഗറ്റീവായിട്ട് നമ്മൾ വിശ്വസിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. അവസരങ്ങളില്ല എന്നുള്ളതല്ല. ഒരുപാട് അവസരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഓരോരുത്തർക്ക് ചുറ്റുമുണ്ട് അവസരങ്ങള്. അതേപോലെ തന്നെ ഒരു ബിലീഫാണ് പൈസ പൈസ ഉണ്ടെങ്കിലേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ അല്ലേ. അതൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയുടെ യുഗത്തിൽ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റും തെറ്റാണെന്ന് തെളിയിക്കുന്നുണ്ട് അല്ലെ. ഇത് സാമ്പത്തികപരമായിട്ടുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങളാണ്. ഇതേപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പില്, നിങ്ങളുടെ ബന്ധങ്ങളില്, ബാക്കിയുള്ളവരുമായിട്ട് ബന്ധങ്ങളില്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലില് ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പം മുതൽ വന്ന റിലേഷൻഷിപ്പിലെ ഒരുപാട് നെഗറ്റീവ് ബിലീഫ്സ് ഉണ്ടാവും നമ്മുടെ ഉള്ളില്. നമ്മുടെ ലൈഫിൽ ചിലർക്ക് ഉണ്ടാകുന്ന ഒരു പേടിയാണ്, ഇതിനു മുന്നത്തെ നമ്മൾ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും പേടിയായിരിക്കും. എന്റെ പാർട്ട്ണർ, എന്റെ ഫ്രണ്ട്സ്, ബാക്കിയുള്ളവരൊക്കെ എന്നെ ഇട്ടിട്ട് പോകുമോ, ഞാൻ ലൈഫിൽ ഒറ്റക്കായി പോകുമോ എന്നുള്ള പേടി. ഇതൊക്കെ ഒരുപാട് നെഗറ്റീവ് ബിലീഫ് സിസ്റ്റംസ് ആണ്. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ലൈഫില് ഹെൽത്തി ആയിട്ട്, ഹാപ്പി ആയിട്ട് റിലേഷൻഷിപ്പുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല പൂർണ്ണമായിട്ടും. ഇതിൽ നിന്ന് മാറ്റം വരുത്തി ഈ ട്രോമകൾ നമ്മൾ പറയും, മുൻകാലത്തെ അനുഭവങ്ങളിൽ നിന്നാണ് അല്ലെ, തീഷ്ണമായിട്ടുള്ള അനുഭവങ്ങൾ എന്നൊക്കെ പറയത്തില്ലേ, അതിൽ നിന്നുമാണ് നമ്മുടെ വിശ്വാസങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അത് നമ്മുടെ ആരോഗ്യപരമായിട്ടായിരുന്നാലും, ഒരുപാട് ആളുകൾ അസുഖമായിട്ട് നരകിക്കുന്നത് നമ്മുടെ നിരന്തരം അത് തന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സിന്റെ അകത്ത് ഇതിൽ നിന്നൊരു രക്ഷയില്ല, ഇതിൽ നിന്നും ഒരു മോചനമില്ല എന്നുള്ള ചിന്ത നിരന്തരം നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വിശ്വാസമായിട്ട് നമ്മുടെ മനസ്സിന്റെ അകത്ത് അങ്ങ് കയറി കൂടും. അത് പൊട്ടിച്ചെറിയണം. അത് ഈ നെഗറ്റീവ് ബിലീഫ്സ് എല്ലാം പൊട്ടിച്ചെറിഞ്ഞ്, നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ട്രോമകൾ ഉണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി ഹീൽ ചെയ്തെടുത്താൽ ഓട്ടോമാറ്റിക്കലി വരേണ്ട, ആരും നമുക്ക് കൊണ്ടുവന്ന് തരേണ്ട ഒന്നല്ല കേട്ടോ നമ്മുടെ ആരോഗ്യം. അതേപോലെ തന്നെ നമ്മുടെ മാനസികപരമായിട്ടുള്ള സന്തോഷമൊന്നും, നമ്മൾ ആവശ്യമുള്ള ഒരു ലൈഫ് ആരും നമുക്ക് കൊണ്ടുവന്ന് തരേണ്ടതല്ല. നമ്മുടെ ആരോഗ്യം ഓട്ടോമാറ്റിക്കലി നമ്മുടെ അകത്ത് നിന്നും വരേണ്ടതാണ്. അത് സ്വാഭാവികമായിട്ട് നാച്ചുറലി നമുക്ക് കിട്ടേണ്ട നമ്മുടെ ഒരു അവകാശമാണ്. ഇതിനെ നമ്മൾ താളം തെറ്റിക്കുന്നു. നമ്മുടെ ഈ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റംസ് നമ്മുടെ ശരീരത്തെ നമ്മൾ കെയർ ചെയ്യുന്നില്ല. ഈ ബിലീഫ് സിസ്റ്റംസ് ആയിട്ട് നമ്മൾ പോയിട്ട് നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ നശിപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും കുറ്റപ്പെടുത്തുന്നു, എന്റെ അസുഖം വരിപ്പിച്ചത്, എന്റെ പ്രശ്നങ്ങൾ കൊണ്ടുവന്നത് എന്റെ ഫാമിലിയിൽ അസുഖമുള്ളത് കൊണ്ടാണ് അല്ലെ, എന്റെ ബാക്കിയുള്ളവരാണ്, എന്റെ സാഹചര്യങ്ങളാണ്, ഞാൻ ഇങ്ങനെയാകാൻ കാരണം എന്റെ ചുറ്റുമുള്ളവരാണ്, സാഹചര്യങ്ങളാണ്, ഞാൻ ഇങ്ങനെയാണ്, ഇതിന്നൊരു മാറ്റമില്ല എന്നുള്ളത് ബാക്കിയുള്ളവരെ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നമ്മൾ സ്വയം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കണം. നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നങ്ങളുണ്ടോ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്താൽ മാത്രമേ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എത്ര കാലം ബാക്കിയുള്ളവരാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അത്രയും കാലം നമ്മുടെ ലൈഫിൽ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ എന്ന് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നോ, എന്റെ പ്രശ്നങ്ങളുടെ, ചിലർ പറയും എന്റെ രോഗങ്ങൾ ഉണ്ടാക്കിയത് ഹോസ്പിറ്റലുകളാണ്, ഡോക്ടേഴ്സാണ്, ആ ഡോക്ടർ എനിക്ക് ഇതൊന്നും പറഞ്ഞു തന്നില്ല, മരുന്ന് തന്നു. നിങ്ങൾ ടെൻഷൻ മാറ്റാതെ മാനസികപരമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ വീണ്ടും കൂട്ടിയിട്ട് അസുഖങ്ങൾ കൂട്ടി ഒരു ഡോക്ടറെ അടുത്ത് ചെന്നാൽ ഡോക്ടർ ആദ്യം എന്താ ചെയ്യുക? മരുന്ന് എഴുതി തരും. ഇതിന്റെ ഉത്തരവാദി ആരാണ്? ഡോക്ടർ ആണോ നമ്മളാണോ? നമ്മളാണ് എന്ന് നമ്മൾ എന്ന് തിരിച്ചറിയുന്നോ
അന്ന് മുതലാണ് നമുക്ക് ആരോഗ്യത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. അതല്ലെങ്കിൽ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നമ്മൾ കൂടുതൽ പ്രശ്നമായിട്ട് ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെന്നാൽ കൂടുതൽ മരുന്ന് എഴുതി തരും. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. നമ്മുടെ പ്രശ്നങ്ങളുടെ ഉത്തരവാദി നമ്മളാണ്. നമ്മളെ കൊടുത്ത ടെൻഷനും ആശങ്കകളുമാണ് നമ്മുടെ വൈറൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത്. നമ്മുടെ തലവേദനകൾ ഉണ്ടാക്കിയത് നമ്മുടെ മെന്റൽ സ്ട്രെസ് ആണ് എന്നുള്ളത് നമ്മൾ എന്ന് തിരിച്ചറിയുന്നു, അത് ബോധ്യപ്പെടുന്നു. ഇതൊരു ബോധ്യമാണ് കേട്ടോ, ഒരു പറച്ചിലല്ല. ഓക്കെ അങ്ങനെ ഉണ്ടായിരിക്കാം, അങ്ങനെയല്ല. ഇതൊരു ബോധ്യമാണ്. ഇത് വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിന്റെ അകത്തേക്ക് ഉറപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇന്നത്തെ സെഷൻ നമുക്ക് നിർത്താം. ഓക്കെ, പ്രകൃതി ഒരു സെൻ തന്നു, അത് പറഞ്ഞപ്പോ സത്യം, ക്യാഷിന്റെ കാര്യം. ഓക്കെ, വിനോദ് കുമാർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഇന്നത്തെ സെഷൻ നമുക്ക് നിർത്താം. അപ്പം ബിലീവ് സിസ്റ്റത്തിൽ ലാസ്റ്റ് ആയിട്ട് ഞാൻ ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് നിർത്താം. അമേരിക്കയുടെ ഒരു പൈലറ്റ് ഉണ്ടായിരുന്നു. കുറച്ച് മുന്നത്തെ ഒരു 10-30 വർഷം മുന്നത്തെ ഒരു സ്റ്റോറിയാണ്. ജെറാൾഡ് കോഫി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 30 വർഷമല്ല, 2ാം ലോക മഹായുദ്ധത്തിന്റെ സമയത്താണ്. അന്ന് അമേരിക്കയും ബാക്കിയുള്ള രാജ്യങ്ങളും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്താണ്. അദ്ദേഹം വിയറ്റ്നാമിൽ യുദ്ധത്തിന് പോയ ശേഷം അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. അവിടുത്തെ വിയറ്റ്നാമിലെ പട്ടാളക്കാരുടെ കയ്യിൽ അദ്ദേഹം പെട്ടുപോയി. ജെറാൾഡ് കോഫി പെട്ടുപോയി. ഒരു അമേരിക്കൻ പൈലറ്റ് ആയിരുന്നു. യുദ്ധത്തിന്റെ അമേരിക്ക ചെയ്തതും ബാക്കിയുള്ളവർ ചെയ്തതും അല്ല, അതൊക്കെ നമുക്ക് വിടാം. ജസ്റ്റ് ഈ ഒരു സ്റ്റോറി മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ജെറാൾഡ് കോഫിയെ ശത്രുക്കൾ പിടിച്ചുകൊണ്ട്, നിങ്ങൾക്ക് അറിയാം, ഒരു യുദ്ധത്തിന്റെ സമയത്ത് ശത്രുവിന്റെ കയ്യില്, അതും സിവിലിയൻ അല്ല, ഒരു സൈനികൻ പെട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സൈനികനാണ്, ശത്രുക്കൾക്ക് അറിയാം ശരിക്കും ശത്രു ആണ്, അമേരിക്കൻ സൈനികനാണ് എന്ന് പറയുമ്പോൾ വിയറ്റ്നാം സൈനികർക്ക് എന്തായാലും ആ ഒരു ദേഷ്യം ഉണ്ടായിരിക്കും. അവർ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും അല്ലെ, ഒറ്റയടിക്കും അല്ലാതെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും. അതേപോലെയാണ് ജെറാൾഡ് കോഫിയും അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും വിമാനം തകർന്ന് വീണ് വിയറ്റ്നാമി സൈനികരുടെ അടുത്ത് പെട്ടു. അവര് ഇദ്ദേഹത്തെ കൊണ്ടുപോയി. ഡെയിലി ഉപദ്രവമായിരുന്നു. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പോലീസിന്റെ 3ാം മുറയൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഒരു വർഷം മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കും. അതിന്റെയും അപ്പുറമുള്ള ഉപദ്രവങ്ങളായിരുന്നു. ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന ആള് ആത്മഹത്യ ചെയ്തു മരിച്ചുപോയി. 1 മാസം കൊണ്ട് ആത്മഹത്യ ചെയ്ത് മരിച്ചുപോയി. പക്ഷെ ജെറാൾഡ് കോഫി 7 വർഷത്തിന് ശേഷമാണ്, അവിടുന്ന് യുദ്ധമൊക്കെ കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം അമേരിക്കയും ബാക്കി ലോകരാജ്യങ്ങളും തമ്മിൽ ശീതയുദ്ധത്തിന്റെ സമയമായിരുന്നു, അതും കഴിഞ്ഞ് 7 വർഷത്തിന്റെ ശേഷമാണ് ജെറാൾഡ് കോഫി അവിടുന്ന് മോചിതനായിട്ട് തിരിച്ച് അമേരിക്കയിലേക്ക് തിരിച്ചു വരുന്നത്. ഈ 7 വർഷത്തെ പീഡനം, ദുരിതം ഒക്കെ അദ്ദേഹത്തെ മാറ്റിയത്, ഒരു വിശ്വാസിയായിട്ടായിരുന്നു അദ്ദേഹം തിരിച്ചു വന്നത്. അതിന്റെ മുന്നേ പോയ ജെറാൾഡ് കോഫിയിൽ നിന്നും മാറിയിട്ട് സാധാരണ ഒരാളാണെങ്കിൽ സംഭവിക്കുക, അദ്ദേഹം ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യും, മെന്റലി ഡൗൺ ആയിട്ട് മരിച്ചു പോകും. 7 വർഷം ഈ ദുരിതങ്ങളൊക്കെ താണ്ടി ജെറാൾഡ് കോഫി തിരിച്ചു വന്നത് കംപ്ലീറ്റ്ലി മനുഷ്യകുലത്തെ തന്നെ എനിക്ക് മാറ്റണം എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് വിശ്വാസിയായിട്ടായിരുന്നു. നിങ്ങൾ ജെറാൾഡ് കോഫിയുടെ കഥ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ദുരിതങ്ങൾക്ക് മുമ്പിൽ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മൾ ബാധിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ, എൻ്റെ സാഹചര്യങ്ങളാണ് എന്നെ ഇങ്ങനെ ആക്കിയത് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വീണ്ടും കള്ളങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെറ്റാണത്, അങ്ങനെയല്ല. നമ്മുടെ സാഹചര്യങ്ങളല്ല നമ്മളെ ആക്കുന്നത്. ആ സാഹചര്യങ്ങളിൽ നിന്നും അതിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു, എങ്ങനെയാണ് നമ്മുടെ ലൈഫിലേക്ക് എടുക്കുന്നത് എന്നുള്ളത് ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ ലൈഫിനെ അത് ബാധിക്കുന്നത്, സാഹചര്യങ്ങളല്ല. സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു, ആ സാഹചര്യങ്ങളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു, അതിനെങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് നമ്മുടെ ലൈഫിൽ നമ്മുടെ സാഹചര്യങ്ങൾ സ്വാധീനിക്കുന്നത് അല്ലെ? ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ, ജസ്റ്റ് കമന്റ്. നമ്മുടെ സാഹചര്യങ്ങളല്ല. അത് വീണ്ടും നമ്മൾ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
എന്റെ അസുഖങ്ങൾ ഇങ്ങനെയാണ് മാറില്ല എന്നുള്ളതിന്റെ കാരണങ്ങൾ, എക്സ്ക്യൂസസുകൾ വീണ്ടും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. സാഹചര്യങ്ങളല്ല. ആ സാഹചര്യങ്ങൾ എത്രത്തോളം നമ്മുടെ അകത്തേക്ക് എടുക്കുന്നു, നമ്മൾ അതിനെ എങ്ങനെ നോക്കി കാണുന്നു, പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ, ഈ സാഹചര്യങ്ങളോട് നമ്മൾ എങ്ങനെ ഇടപഴകുന്നു എന്നുള്ളത് മാത്രമാണ്. അത് മാത്രമാണ് ഇവിടെയുള്ള ഘടകം. അതേപോലെ തന്നെയാണ് നമ്മുടെ അസുഖങ്ങളും. സാഹചര്യങ്ങളല്ല നമ്മളെ നമ്മളാക്കുന്നത്, ആ സാഹചര്യങ്ങളോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് മാത്രമാണ്. 7 വർഷത്തോളം പീഡനം അനുഭവിച്ച് തിരിച്ചു ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോ ഈ അടുത്ത് ലാസ്റ്റ് വായിച്ചൊരു ബുക്കിൽ കണ്ട എക്സാമ്പിൾ എന്ന നിലയിൽ പറഞ്ഞതാണ്. ഒരുപാട് എക്സാമ്പിൾസ്, അല്ലെ? ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ ഈ മനുഷ്യന് വന്നിട്ടുള്ള ഈ ഒരു കാലയളവിൽ നമുക്ക് കാണാൻ പറ്റും. ഭൂമിയിൽ മനുഷ്യൻ വന്നതിന്റെ ശേഷമുള്ള ഒരു കാലയളവിൽ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ട് നമ്മുടെ ലൈഫിൽ മാറ്റം വരണമെങ്കിൽ 90% ആളുകൾ ഇങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ അസുഖം മാറുന്നില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ബാക്കി 10% ആളുകൾ അസുഖങ്ങളുടെ ബാധ്യതയില്ലാതെ, ഭണ്ഡാരക്കെട്ടില്ലാതെ സന്തോഷത്തോടെ ഇവിടെ ജീവിക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ മാറണമെങ്കിൽ 90% ആളുകൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചിട്ട് കാര്യമില്ല. സിമ്പിൾ അല്ലേ കാര്യങ്ങള്? ഓക്കെ, നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. ഓക്കെ, താങ്ക് യു.